സ്റ്റോറി നമ്പർ 36. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന വിവാദമായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സ്വകാര്യ പങ്കാളിത്തം. എന്നാൽ ഇതേക്കുറിച്ച് പരാമർശം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. വിമാനത്താവളങ്ങളുടെ വികസനത്തിന് സ്വകാര്യ പങ്കാളിത്തം അനിവാര്യമാണെന്നും എന്നാൽ തിരുവനന്തപുരം വിമാനത്താവള വിവാദത്തിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വിമാനത്താവളത്തിന്റെ വികസനം അത്യാവശ്യം കൂടിയാണ്. വിനോദസഞ്ചാരികളടക്കം വരണമെങ്കിൽ നല്ല വിമാനത്താവളം വേണം. കേന്ദ്ര സർക്കാരിന്റെ വസ്തുവിലാണ് വിമാനത്താവളം എന്നതിനാൽ തന്നെ അവർ പറയുന്നവർക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ചുമതല ലഭിക്കുന്നതായിരിക്കും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ കേന്ദ്രവും കേരളവും തമ്മിൽ പരിഹരിക്കേണ്ടതാണ്. എയർപോർട്ട് അതോറിറ്റിയുടെ ചുമതലയിലായിരുന്നപ്പോൾ വികസിപ്പിക്കാത്ത വിമാനത്താവളങ്ങൾ പലതും സ്വകാര്യ പങ്കാളിത്തം വന്ന ശേഷമാണ് മെച്ചപ്പെട്ടത് പോലും. അദാനി തന്റെ സുഹൃത്താണ്. വിമാനത്താവള വികസനം ആര് നടത്തണമെന്ന് അഭിപ്രായം പറയുന്നുമില്ല. തിരുവനന്തപുരം വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് താനുമായി ഇതുവരെ സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്തിട്ടുമില്ല. ചർച്ച ചെയ്യുമ്പോൾ ഓഹരി പങ്കാളിത്തം എടുക്കുന്നത് സംബന്ധിച്ച് അഭിപ്രായം അറിയിക്കുമെന്നും യൂസഫ് അലി വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഏതുവിധേനയും വിമാനത്താവള വികസനം നടപ്പാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ലുലു ഗ്രൂപ്പും തിരുവനന്തപുരത്ത് 1200 കോടിയുടെ നിക്ഷേപമാണ് നടത്തുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാളാണ് മാർച്ചിൽ തുറക്കാൻ പോകുന്നത്. താജ് ഹോട്ടൽ മോഡിയാക്കി 1000ഓളം പേർക്ക് ഇരിക്കാവുന്ന കൺവെൻഷൻ സെന്റർ അടക്കം നിർമ്മിക്കുകയാണ്. 500 കാറുകൾക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യവും ഉണ്ടാകും. സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് മിക്കവാറും എല്ലാ വിമാനത്താവളങ്ങളും വികസിപ്പിക്കുന്നത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന് 27 രാജ്യങ്ങളിൽ നിന്നുള്ള 19,600 ഓഹരി ഉടമകളാണുള്ളത്. കണ്ണൂരിൽ 8,313 ഓഹരി ഉടമകളുണ്ട്. ഇനിയും 2,200 കോടി രൂപയുടെ ഓഹരി നൽകാനുമുണ്ട്. ഇവയിലെല്ലാം ഓഹരിയുള്ള ഒരാൾ മാത്രമാണ് യൂസഫ് അലി. അങ്ങനെ വിവാദങ്ങളുണ്ടായി വികസനം മുടങ്ങുന്നത് കേരളത്തിന് മാത്രമല്ല, ലോക്ക്ഡൌൺ കാലയളവിലും ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് വന്നത് മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നേട്ടമാണ്. കേരളത്തിന് വ്യവസായ അനുകൂല നടപടികൾ ഉണ്ടാകുന്നതായും യൂസഫ് അലി വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.